അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണം 11ാം ദിവസം പിന്നിടുന്നതിനിടെ പാചകവാതക ക്ഷാമം സംബന്ധിച്ച് രാജ്യത്ത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലുമെല്ലാം LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാവുകയാണ്. ഹോട്ടലുകളിലും വീടുകളിലും പാചകവാതക വിതരണം വൈകിയാൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞാൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടേണ്ടി വരുമെന്ന് കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. LPG സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനായി ബുക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് കാലയളവ് 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു. ഇതിനൊപ്പം പെട്രോൾ ഡീസൽ വില വീണ്ടും ഉയരുമോ എന്ന ആശങ്കയുമുണ്ട്. സംഘർഷം ശക്തമായി തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശങ്ക ശക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി ദിവസേനയുള്ള നാവിക ഗതാഗതം ശരാശരി 138 കപ്പലുകളിൽ നിന്ന് 3 കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ എണ്ണ, LPG, LNG പ്രതിസന്ധി പല രാജ്യങ്ങളിലും രൂക്ഷമാവുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് വരും ആഴ്ചകളിൽ എണ്ണവില ബാരലിന് $150 വരെ ഉയർന്നേക്കാമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിലക്കാൻ സാധ്യതയുണ്ടെന്നും ഖത്തർ ഊർജ്ജമന്ത്രിയും എനർജി ചീഫ് എക്സിക്യൂട്ടീവുമായ സാദൽ ആബി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെന്നൈ, ബംഗളൂരു, മുംബൈ നഗരങ്ങളിൽ LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളും എത്തുന്നത്. രാജ്യത്ത് മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 25 ദിവസത്തെ അസംസ്കൃത എണ്ണ ശേഖരവും 25 ദിവസത്തെ ഉൽപ്പന്ന ശേഖരവും ഉണ്ടെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ 1 ലക്ഷത്തിലധികം ചില്ലറ ഇന്ധന ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 90,000 എണ്ണത്തിലധികം സർക്കാർ നടത്തുന്നവയാണ്. പാചകവാതക സ്റ്റോക്ക് ഏകദേശം 25 മുതൽ 30 ദിവസം വരെ ഉണ്ടാകും. ഏകദേശം 10 ദിവസത്തെ ദ്രവീകൃത പ്രകൃതിവാതകവും രാജ്യത്തിൻ്റെ ശേഖരത്തിലുണ്ട്. വിശാഖപട്ടണം, മംഗളൂരു, പാതൂർ എന്നിവിടങ്ങളിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ 5.33 ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണ സംഭരിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതായത് ഏകദേശം 40 ദശലക്ഷം ബാരൽ എണ്ണ ഇത്തരത്തിൽ സംഭരിക്കാനാകും. ഈ ശേഖരത്തിൻ്റെ ഏകദേശം 80% ഇപ്പോൾ സ്റ്റോക്കുണ്ട്. അടിയന്തര സാഹചര്യം പരിഹരിക്കുന്നതിനായി ഇന്ത്യ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കരുതൽ ശേഖര നിലവാരം 90 ദിവസമാണ്. എന്നാൽ ഇന്ത്യയുടെ കരുതൽ അതിന് താഴെയാണ് എന്നതാണ് ആശങ്കാജനകമായ ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി തിങ്കളാഴ്ച അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്.